രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത്. സവോളയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങയും അതിൻ്റെ കൂടെ മസാല കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഒന്ന് താളിച്ച് ഒഴിച്ചു. അപ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പമായിരുന്നു, അങ്ങനെ അപ്പം മുട്ടക്കറിയും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് മേളിലേക്ക് വന്നതാണ് കേട്ടോ. പേരയ്ക്ക പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കിളി കൊത്തും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറിച്ചെടുത്താണ് കേട്ടോ. പിന്നെ അഫി ഒരു സമാധാനം തരില്ല, പഴുത്ത് കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിക്കുന്നത് വരെ. അങ്ങനെ നമ്മളത് പറിച്ചുകൊണ്ട് താഴെ വന്നു. പിന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. നല്ല മധുരമാണ് കേട്ടോ. ഇതിപ്പം 3-4 പ്രാവശ്യമായി നമ്മളിങ്ങനെ പറിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ അതേ നിധിക്കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവളെ ഒന്ന് കുളിപ്പിച്ച് കിടത്തി ഉറക്കി കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പയർ പുളിച്ചാറ് അതുപോലെ തന്നെ അവിയലൊക്കെ ആയിരുന്നു. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അടുത്ത കുരുത്തക്കിടക്കായിട്ട് വന്നിട്ടുണ്ട്. ചൂട് കാരണം നിലത്താണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കള്ളിയിൽ ഇവളുടെ ഡയപ്പർ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചെറിയ ഷൂ ഒക്കെ, അതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ ആൾ.